രക്ഷിക്കാം. മുതല അതെന്നെ തിന്നുകളയും. എനിക്ക് പേടിയാവുന്നു. നീ എന്റെ കൂടെ വരുവോ? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കേ, മുതല എന്നെ തിന്നുവേ. Magnetic net on. താങ്ക് യു കൂട്ടുകാരാ. എന്റെ പേര് ഗോൾഡിന. നിന്റെ പേരെന്താ? എന്റെ പേര് വീറെന്ന. ഇതെന്റെ കൂട്ടുകാരാ ഇംലിയും ചുൾബുളും. ദേ വണ്ടി വരുന്നുണ്ട്. എപ്പോഴും നമ്മുടെ പിന്നാലെ ഇങ്ങനെ വന്നോളൂ. ദേ ഇവിടെയും വന്നു. അത് ശരി, അവര് നിങ്ങളുടെ പുറകെ വരുന്നത് തടയണോ? അത് ഞാൻ ചെയ്തോളാം. ബിജിലി, ഈ പിള്ളേര് നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ? വേണമെങ്കിൽ ഇവർക്കുള്ള പണി ഞാൻ കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇവരെല്ലാം എന്റെ കൂട്ടുകാരാ. വീർ, ഇംലി, ചുൾബുൾ. അത് കണ്ടോ, അവിടെ നിൽക്കുന്ന 3 പേരില്ലേ? അവർക്ക് പോയി നല്ല പണി കൊടുക്ക്. ഞാനിപ്പോ വീറിന്റെ പ്രൊജക്ഷൻ മോഡ് ഇതാ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഈ സ്ക്രീനിൽ കൂടി എല്ലാം കൃത്യമായി കാണാൻ പറ്റും. ഞാൻ ഇവിടെയാണ്. ഹലോ, ഞാൻ ഇവിടെയാണെന്നേ. പുറകിൽ നോക്ക്, വേഗം പുറകിൽ നോക്ക് വീർ. എങ്ങനെയുണ്ട് എന്റെ ശക്തി? ഇനി നീ എന്ത് ചെയ്യും ഹീറോ? ഇനിയൊന്ന് രക്ഷപ്പെട്ട് കാണിച്ചേ. എങ്ങനെയുണ്ട് മോനെ? ഞാൻ അകത്തേക്ക് പോകാം. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേണ്ട ജണ്ടു, ഇത് 2 റോബോട്ടുകൾ തമ്മിലുള്ള യുദ്ധമാണ്. അവര് തമ്മിൽ തല്ലട്ടെ. തീർച്ചയായും വീർ വിജയിക്കും. അപ്പൊ വേഗം എന്തെങ്കിലും ചെയ്യ്. എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ ഹോം. വേണ്ട വേണ്ട, പ്ലീസ് വേണ്ട. ഇംലി, അവൻ ഒരു ചെറിയ റോബോട്ടായിരുന്നു. ശരിക്കുള്ള വീർ ദാ ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ അവൻ പഴയതുപോലെ ശരിയായി കഴിഞ്ഞു. ശരി, എങ്കിൽ നമുക്ക് അതെല്ലാം പുറത്തെടുക്കാം. അപ്പൊ പിന്നെ വീർ വീണ്ടും പഴയ പോലെ ആകുമല്ലോ. ഇനി നീ ചെന്ന് നിന്റെ ബോസിന് പണി കൊടുക്ക. അപ്പൂപ്പ, നമ്മളെല്ലാവരും ഇവിടെ എന്തേതോണ്ടിരിക്ക? അതൊരു വലിയ കഥയാ. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തരാം. വാവ്, ആ ഡയമണ്ട് കാണാൻ എന്ത് ഭംഗിയാ. ആ കള്ളനെ ഇവിടെ എവിടെങ്കിലും കാണും. ജിൻടു, നമ്മൾ ഈ ഡയമണ്ടിനെ ആ കള്ളന്റെ കയ്യിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അയാൾക്ക് ഈ ഡയമണ്ട് മോഷ്ടിക്കുവാൻ ഒരിക്കലും കഴിയില്ല. അതെങ്ങനെ? ശരിക്കുള്ള ഡയമണ്ട് എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലാക പോലുമില്ല. ദേ കണ്ടോ? ഓ
അയ്യോ അതെനിക്ക് വേണം. ഞാൻ എടുക്കാം. ഇതെനിക്ക് വേണം. ഞാൻ എടുക്കാം. ഡാടാ അതെന്റേതാ. അല്ലല്ല ഇത് എന്റേതാ. ഇങ്ങോട്ടാ എനിക്ക് വേണം. എന്റേതാണ്. ഇങ്ങോട്ടാ വിടാനാ പറഞ്ഞത്. അതെന്റെ ഡയമണ്ട്. 1000 എന്റേതാണ്. ജിന്റു നീ എന്തായി ചെയ്തത്? ശരിക്കുള്ള ഡയമണ്ട് എന്റെ കയ്യിലുണ്ട്. കള്ളൻ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് കൊണ്ട് പോയിക്കോളും. അപ്പൊ ഞാൻ ശരിക്കുള്ള ഡയമണ്ട് തിരിച്ചു വെക്കും. ജിന്റു നമ്മൾ ഇങ്ങനത്തെ മാജിക്കുകളൊന്നും കാണിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്ത എന്റെ കൂടെ ഒരു ജിന്നുള്ള കാര്യം ഇവരെല്ലാരും അറിയില്ലേ? മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അല്ല ആക്ക്. ഓക്കെ ബോസ്, അങ്ങ് പറയുന്നത് പോലെ. എക്സിബിഷൻ ടൈം കഴിഞ്ഞു. എല്ലാവരും പുറത്തേക്ക് വരൂ. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും എക്സിബിഷനിൽ വന്ന് കാണാം. ഇവിടെ എന്ത് സെക്യൂരിറ്റി സിസ്റ്റമാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ. മമ്മി എന്റെ ബലൂൺ. ആരും ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. റെഡ് ഡയമണ്ടിന് 4 വശത്തും ഇൻവിസിബിൾ ലേസർ ബീമുണ്ട്. ആർക്കും അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ഇനി ആ നട്ടുവരലാൽ എങ്ങനെയാണ് ഡയമണ്ട് അടിച്ചോണ്ട് പോകുന്നത് നോക്കാം. ചെയ്യട്ടെ. നീ വീറിന്റെ കൂട്ടുകാരനല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ സഹായിക്കില്ലേ? ആ പ്രാണികൾ വീറിനെ ആക്രമിക്കില്ലേ? എന്നാ ഞാൻ വിരലിഞ്ഞൊടിച്ച് എല്ലാം ഇപ്പൊ ശരിയാക്കി തരാം. ഇനി എല്ലാ പ്രാണികളും അതിൽ കത്തിപ്പൊക്കോളും. ജിന്റു തീയെല്ലാം അണയ്ക്ക്. കൃഷികളെല്ലാം നശിച്ചു പോവും. വേഗം എല്ലാം പഴയതുപോലെയാക്ക്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ എന്തു ചെയ്താലും അവന് സന്തോഷാവില്ല. താങ്ക് യു ജിന്റു. ഞാൻ വേറെന്തെങ്കിലും ചെയ്തോളാം. ട്വിസ്റ്റർ സ്യൂട്ട്. ഈ സ്ഥലത്തിന്റെ 4 വശത്തും വലിയ വാലിയാണ്. നീ താഴെ വീണ് പോകും. നമുക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ല എംലി. സൂക്ഷിച്ച്, മുന്നിൽ വാലിയാണ്. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത് സഹോദര? എല്ലാ വെട്ടുകളിലും ഒന്നിച്ചൊറ്റയടിക്ക് ആ ചുഴലിക്കാറ്റ് കുടുങ്ങിക്കിടക്കുകയാണല്ലോ. മുകളിലുള്ളവൻ നമ്മെ സഹായിക്കാനായി ദൂതനെ അയച്ചതായിരിക്കും. വീർ സൂക്ഷിച്ച്, മുന്നിൽ വാലിയാണ്. വീർ, നീ ഇത്ര അത്ഭുതങ്ങളൊക്കെ എങ്ങനെ ചെയ്തത് മോനെ? വേഗം പറയൂ വീർ. ഇമിലി, അല്ലെങ്കിൽ നീ പറ. നിന്റെ കൂട്ടുകാരൻ ഇത് എങ്ങനെയാ ചെയ്തത്? ജിന്റു, നീ നിന്റെ ദേഷ്യമൊക്കെ കള. പിന്നെ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും ഓർമ്മകളും അയച്ചു കള. വേഗം. അവർ ഓൾറെഡി എല്ലാം കണ്ടു കഴിഞ്ഞു. അകടം പകടം മാലം ഫാലം ഇവരുടെ ഓർമ്മകളെല്ലാം നശിച്ചു പോട്ടെ. ഇതുവരെ നിങ്ങൾ കണ്ടതെല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. വീർ, നീ പേരുപോലെ തന്നെയാ. ശരിക്കും ഒരു വീരനാ. താങ്ക്സ് ഫോർ സേവിംഗ് മൈ വില്ലേജ്. ആൻഡ് ജിന്റു, നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഒരു കാര്യം ഒരിക്കലും നടക്കില്ലായിരുന്നു. അതാ വീറിനെ പറഞ്ഞു മനസ്സിലാക്ക്.